മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ അധ്വാനങ്ങളിൽ കർത്താവ് നിങ്ങളുടെ കൂടെ വരട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 18 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് ഈശോനാഥൻ തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്യുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഒരു സഹായകനെ നിങ്ങളുടെ അരികിലേക്ക് അയക്കും. അവൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാവരുടെയും വലിയ നൊമ്പരമാണ് ആരും കരുതുന്നില്ല, ആരും കൂടെയില്ല എന്നുള്ളത്. ആരും കൂടെയില്ല എന്നുള്ള വലിയ നൊമ്പരത്തിലൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ഈശോ നിന്നോട് അരുളി ചെയ്യുക, നിന്നെ ഞാൻ അനാഥയായി വിടുകയില്ല എന്ന്. നിന്റെ കൂടെ സഹായത്തിനായിട്ട് ഞാൻ ഉണ്ടായിരിക്കുമെന്ന വലിയ വാഗ്ദാനമാണ് ഈശോനാഥൻ നൽകുക. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് കരുതലായി താങ്ങായി കൂടെ നിൽക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ ഒരിക്കലും അനാഥരെ കൈവിടുന്നില്ല. നിന്റെ ജീവിതത്തിന്റെ കടബാധ്യതകളുടെ നിമിഷങ്ങളിൽ നീ പറയാറില്ലേ, ഞാൻ ഒറ്റയ്ക്കിത് വീട്ടണം? നിന്റെ രോഗങ്ങളുടെ നിമിഷങ്ങളിൽ നീ പറയാറില്ലേ, ഞാനത് ഒറ്റയ്ക്ക് സഹിക്കണം, എങ്ങനെ ഞാൻ ചികിത്സിക്കും? കുടുംബത്തിൽ ദാരിദ്ര്യം കടന്നു വരുമ്പോൾ പറയാറില്ലേ, ഈ ദാരിദ്ര്യം ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് മാറ്റും? പഠനങ്ങളിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിക്കാറില്ലേ? കൃഷിയിടങ്ങളിലായാലും ജോലിയിലായാലും ബിസിനസ്സിലായാലും കുറവുകൾ ഉണ്ടാകുമ്പോൾ പറയാറില്ലേ, എനിക്ക് പറ്റത്തില്ല എന്ന്? നീ ഒറ്റയ്ക്കല്ല. നീ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഇതായിരിക്കട്ടെ നിന്റെ ജീവിതത്തിന്റെ ബലമെന്ന് പറയുന്നത്. ശിഷ്യന്മാര് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അവരുടെ സങ്കടം കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളെ ഞാൻ അനാഥരായിട്ട് വിടുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും അനാഥരല്ല. നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല, ദുഃഖിച്ച് നിൽക്കേണ്ട കാര്യമില്ല, ബലം നഷ്ടപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല. നീ നിന്റെ രോഗങ്ങളില്, നിന്റെ വേദനകളില്, നിന്റെ കഷ്ടപ്പാടുകളില് നിനക്ക് ബലം നൽകാൻ, നിനക്ക് താങ്ങായി കൂടെ നിൽക്കാൻ കർത്താവ് നിന്റെ അരികിൽ തന്നെയുണ്ട് എന്ന് നീ ഉറച്ചെന്ന് വിശ്വസിച്ച് കർത്താവിന്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെട്ടെ. അവിടുന്ന് നിന്നെ അനാഥയായിട്ട് വിടത്തില്ല. കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ ഒരു ചിന്ത ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഇന്ന് നടക്കുന്ന വഴികളിലെല്ലാം ഈ ചിന്തയുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഈശോ എന്റെ കൂടെയുണ്ട്. ഇന്നെന്തു ചെയ്താലും ഈ ചിന്ത ഉള്ളിലിട്ടുകൊണ്ട് ചെയ്തോ, നിനക്ക് വിജയം കൂടും. നിന്നെ അനുഗ്രഹിക്കും കർത്താവ്. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ സങ്കടങ്ങളും വേദനകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ജീവിത നൊമ്പരങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോകുന്ന ഇവരെ അങ്ങ് ആശ്വസിപ്പിച്ച് സഹായിക്കണമേ. അങ്ങ് ഇവരെ കൈവിടല്ലേ, അങ്ങ് ഇവരെ ഉപേക്ഷിക്കല്ലേ. അങ്ങ് ഇവർക്ക് ശക്തിയായിരിക്കണമേ, ബലമായിരിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളിലും പരീക്ഷകളിലും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഇവരെ സഹായിക്കണമേ. ഇവരുടെ കുടുംബത്തിലേക്ക് കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.